അഡ്വക്കേറ്റ് BN ഹസ്കർ ഇപ്പോൾ ഈ RSSുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ഇപ്പോൾ ഞാൻ ഇന്ന് MP രാജേഷിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ഏതാണ്ട് ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞതിന് സമാനമാണ്. ഒരു ഉദ്യോഗസ്ഥൻ പോയി RSSന്റെ നേതാവിനെ കണ്ടതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഇന്ന് തോമസ് ഐസക് അതിന് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പാർട്ടിയുടെ നിലപാടെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥനായാലും ആരായാലും RSSുമായി ബന്ധം സ്ഥാപിക്കുന്നത് തെറ്റാണ്. ഇതാണ് CPMന്റെ നിലപാടെന്നാണ്. ഇതല്ലേ CPMന്റെ നിലപാട് അഡ്വക്കേറ്റ് BN ഹസ്കർ? മഞ്ജുഷ, ഇത് ഒരുപക്ഷെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രാഷ്ട്രീയം തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ MR അജിത് കുമാറിനെ പോലുള്ള ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയവും രാഷ്ട്രീയവും ഒരുപക്ഷെ നടപ്പിലാക്കേണ്ട ബാധ്യത പരോക്ഷമായെങ്കിലും അദ്ദേഹത്തിനുണ്ട്. പ്രത്യക്ഷമായി ജനങ്ങളുടെ സേവകനാണെങ്കിൽ പോലും. അപ്പോ സ്വാഭാവികമായും RSSുമായി ഏതു തരത്തിലുള്ള ചങ്ങാത്തവും അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഏതൊരു വ്യക്തിയും RSSുമായി സഹകരിക്കുകയോ RSSന്റെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും CPMന്റെ രാഷ്ട്രീയ നിലപാടല്ല. അതുകൊണ്ട് ശ്രീ MR അജിത്ത് അങ്ങനെ പോയത് അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് പാർട്ടി കാണേണ്ടത്. അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തും എന്നു തന്നെയാണ് ഞാൻ കാണുന്നത്. ഗവൺമെന്റാണ് ഇക്കാര്യത്തിൽ ശ്രീ MR അജിത് കുമാറിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടത്. അത് ഗവൺമെന്റിന്റെ സ്വാതന്ത്ര്യവും ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വവുമാണ് എന്നതാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പാർട്ടിയുടെ നിലപാട് താങ്കൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, ഇതിപ്പോൾ ഈ MR അജിത് കുമാറിനെ എത്ര തവണയാണ് സർക്കാർ സംരക്ഷിച്ചത് എന്ന കാര്യത്തെ പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്ന സുരേഷിനെ സഹായിച്ചതും സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുമൊക്കെ വിജിലൻസ് മേധാവിയായ സമയത്ത് മാറ്റി നിർത്തി അന്വേഷണ റിപ്പോർട്ട് വന്നു. അതിനുശേഷം അദ്ദേഹം അതിനേക്കാൾ വലിയ പദവിയിൽ വന്നിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇതിവിടെ തന്നെ RSSന്റെ ക്യാമ്പിൽ പോയി സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആളല്ല MR അജിത് കുമാർ. അവിടെ RSSന്റെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ് പാറമേക്കാവിൽ. അവിടെ പോയാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് MR അജിത് കുമാർ. ഈ കാര്യം 2023 മെയ് 22 ചർച്ച നടത്തിയ കാര്യം തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർക്കാരിന്. ഒരു നടപടിയും എടുത്തില്ലല്ലോ. അപ്പോൾ RSSുമായി ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തിയതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. റാം മാധവുമായി ചർച്ച നടത്തിയ കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടല്ലോ. അപ്പോൾ സർക്കാരിനെ അറിയിച്ചാണോ അറിയിച്ചല്ലയോ എന്ന് പോയത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. സർക്കാരിനെ അറിയിച്ചല്ല പോയതെങ്കിൽ അവിടെ നടപടി ഉണ്ടാകുമായിരുന്നു. സർക്കാരിനെ അറിയിച്ചു പോയത് കൊണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടും കാര്യമില്ല, അത് അട്ടത്ത് വെച്ചിരിക്കുകയാണ്. മഞ്ജുഷി, ഈ നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിയുടെയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും സമഗ്രമായ ചാരക്കണ്ണരുകളിലൂടെ നോക്കിക്കാണുന്നതിനുള്ള കഴിവ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ട്. അത് കേരളത്തിലുടനീളമുള്ള ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ഓരോ വസ്തുതകളെയും ഇത്തരത്തിൽ പോലീസ് സംരക്ഷിക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്, അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഏതെങ്കിലും തരത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ, സ്വകാര്യത എന്ന നിലയിൽ ആ വ്യക്തിക്ക് നടത്തിക്കു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അക്കാര്യത്തിലുണ്ട്. ഇവിടെ ശ്രീ MR അജിത്ത് ഒരു സ്വകാര്യ സന്ദർശനമാണ് നടത്തിയതെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം അദ്ദേഹം പോലീസിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ ദത്താത്രേയ ഹൊസബലിയോ റാം മാധവനെയോ കാണാൻ പോകുന്നത് ശരിയല്ല. ഒരുപക്ഷെ ആ വിവരം പോലീസിന്റെ ഇന്റലിജൻസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിവരം ലഭിച്ച മുറയ്ക്ക് മുഖ്യമന്ത്രി എടുക്കേണ്ട ചില നടപടികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ കാണിക്കാതിരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ വിവാദമാകുന്ന ഘട്ടത്തിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായി വരേണ്ട സാഹചര്യമുണ്ട്. പലപ്പോഴും നിസ്സാരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യുന്നതിന് ആഭ്യന്തര വകുപ്പിന് കഴിയാതെ വന്നിട്ടുള്ളതിന് ഇതിന്റെ മറ്റൊരു സാഹചര്യവും മറ്റൊരു ഉദാഹരണവുമായി ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും മഞ്ജുഷ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കും ഇത് കൊട്ടി ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യമായിട്ട് വന്നത്. അല്ല, അതെന്തായാലും ആഘോഷിക്കപ്പെടും. കാരണം സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ഈ താങ്കൾ പറഞ്ഞ പോലെയല്ല. അത് മാത്രമല്ല, പാർട്ടിയുടെ നിലപാട് അങ്ങനെയല്ല. MP ഗോവിന്ദൻ എത്ര നിസ്സാരമായിട്ടാണ് ഈ സംഭവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്.
അതാണ്. അത് മാത്രമല്ല, സ്വർണ്ണക്കടത്തിലെ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഒരു തരിമ്പ് പോലും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിക്കുമ്പോൾ അത് എന്തുകൊണ്ട് കണ്ടെത്തിയിട്ടില്ല എന്ന ചോദ്യവും വരും. ഈ പറയുന്ന RSS CPM ബന്ധം, മുഖ്യമന്ത്രിയും RSS തമ്മിലുള്ള ബന്ധമൊക്കെ ചർച്ചയാകുമ്പോൾ